കേരള സാഹിത്യോത്സവിലെ ഒരു പ്രധാനപ്പെട്ട മത്സരവേദിയിലാണ് ഞങ്ങളിപ്പോഴുള്ളത്. സാഹിത്യോത്സവ് സാങ്കേതിക മേഖലകളെ കൂടി കീഴടക്കുകയാണ്. ഇത് ജെൻസി കാലഘട്ടമാണ്. ജെൻസിയുടെ ഭാഷ വേറെയാണ്, അവരുടെ രീതികൾ വേറെയാണ്, അവരുടെ മത്സര ഇനങ്ങളും വേറെയാണ്. ഇവിടെ ജെൻസിക്ക് വേണ്ടിയുള്ള ഒരു മത്സരമാണ് ഇപ്പോൾ. അതായത് ക്യാപ്ചർ ദ ഫ്ലാഗ്. നിങ്ങൾക്ക് ഞങ്ങളൊരു ചോദ്യം തരും. ചോദ്യം എന്ന് പറഞ്ഞാൽ അതൊരു ക്ലൂ മാത്രമായിരിക്കും. ആ ചോദ്യം എന്താണ് എന്ന് ആദ്യമായിട്ട് മത്സരാർത്ഥികൾ ഐഡൻറ്റിഫൈ ചെയ്യണം. പിന്നീട് ആ ചോദ്യം കണ്ടെത്തിയതിന് ശേഷം അത് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് അവർ കണ്ടെത്തണം, അതിൻ്റെ ഉത്തരം കണ്ടെത്തണം. സാധാരണ നമ്മൾ മത്സരങ്ങളിലും ക്യൂസ് കോമ്പറ്റീഷനുകളിലൊക്കെ ഡയറക്റ്റായിട്ട് ചോദ്യം ഉണ്ടാകും അല്ലേ? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഏതാണ് എന്ന് നേരിട്ട് ചോദിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ചോദ്യം പോലും മത്സരാർത്ഥികൾക്ക് ലഭിക്കുന്നത് കുറച്ച് കോഡുകളായിട്ടാണ്. ആ കോഡുകൾ എന്താണ് എന്ന് അവർ സ്വയം കണ്ടെത്തണം. ഏതാനും ഒരു ടീമിൽ 4 പേരടങ്ങുന്ന മത്സരാർത്ഥികളുള്ള ടീമുകളായിട്ടാണ് ഈ മത്സരം നടക്കുന്നത്. ആ ചോദ്യത്തിൽ നിന്ന് ചോദ്യം ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ ഉത്തരവും അവർ കണ്ടെത്തുന്ന ഒരു മത്സരമാണ്. ഈ മത്സരത്തിൻ്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് എന്ന് നമുക്ക് ഈ മത്സരത്തിൻ്റെ സംഘാടകരോട് തന്നെ ചോദിക്കാം. അപ്പോൾ ഫൈസ് മാഷ്, എങ്ങനെയാണ് ഈ മത്സരം, അതിൻ്റെ ഒരു രീതി എങ്ങനെയാണ്? ഇതിൽ നമ്മൾ 4 ആളുകളുള്ള ഒരു ഗ്രൂപ്പായിട്ടാണ് മത്സരത്തിന് വേണ്ടി വരിക. നമ്മൾ 5 ലെവലുകളായിട്ടാണ് മത്സരങ്ങൾ ഉണ്ടാകുക. ഓരോ ലെവലും കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് നെക്സ്റ്റ് ലെവലിലേക്കുള്ള ഒരു എൻട്രി അവർക്ക് കിട്ടുക. ഇനി ഒരു ലെവൽ എന്നുള്ളത് നമ്മൾ ഇവർക്കൊരു ഹിൻഡ് കൊടുക്കും. ആ ഹിൻഡ് എന്തും ആവാം, ഒരു കൈൻഡ് ഓഫ് ഹിൻഡ് ആയിരിക്കും. അപ്പോൾ ആ ഹിൻഡ് കണ്ട് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ആദ്യം ഇവർ എന്ത് ചെയ്യണം, ഡിഡക്റ്റ് ചെയ്തെടുക്കണം. അപ്പം ക്വസ്റ്റ്യൻ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിനു ശേഷം അതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്തണം. സൊല്യൂഷൻ എന്നുള്ളത് ഒരു നമ്പർ ആവാം, ഒരു വേർഡ് ആവാം, ചിലപ്പോൾ എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്യാനാവാം, എന്തും ആവാം. നമ്മളൊരു ട്രഷർ ഹണ്ടൊക്കെ നടത്തുന്നതിൻ്റെ ഒരു ഇൻഡോർ വേർഷനാണ്. അപ്പം ആ ഒരു സൊല്യൂഷൻ ഇവർ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ അവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യാം. കറക്റ്റ് ആണെങ്കിൽ നമ്മൾ കറക്റ്റ് ആണെന്ന് പറയും, അല്ലെങ്കിൽ അല്ല എന്ന് പറയും. പിന്നെ നെക്സ്റ്റ് ലെവൽ കറക്റ്റ് ആണെങ്കിൽ നെക്സ്റ്റ് ലെവലിലേക്ക് അടുത്തിടും. ഇടയിൽ ഹിൻഡ് കൊടുക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. അവർ തന്നെ സ്വന്തം, അതായത് ആദ്യത്തെ ലെവലിൽ സോൾവ് ചെയ്താലാണ് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റുക. ഒരു ലെവൽ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ സ്റ്റേറ്റ് ലെവലിലാണോ ആദ്യമായിട്ട് മത്സരം നടക്കുന്നത്, അല്ലെങ്കിൽ ജില്ലാ തലങ്ങളിലൊക്കെ നടന്നോ? നമ്മളിപ്പോൾ കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട്. ജില്ലാ ലെവലിൽ കംപ്ലീറ്റ് ചെയ്ത് ജില്ലാ ലെവൽ ജയിക്കുന്ന ഒരു ടീം മാത്രമാണ് എന്ത് ചെയ്യുക, ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇന്നിപ്പോൾ ഇവിടെ 13 ടീമുകൾ വന്നിട്ടുണ്ട്. പിന്നെ അപ്പോൾ അവരുടെ മത്സരം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ സാധാരണയായിട്ട് ജെൻസെറ്റ് എന്ന് പറയുന്നത് കുറേ കൂടി ടെക്നോളജി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ഇപ്പം ChatGPTയും ജെമിനിയൊക്കെ ആണല്ലോ ഭരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കാലത്താണ് ഈ മത്സരം നടക്കുന്നത്. അപ്പോൾ അതിനങ്ങനെ കുറേ പ്രത്യേകതകൾ, അവരുടെ ജെൻസിയുടെ ഒരു മത്സരം എന്ന് വേണമെങ്കിൽ ഇതിനെ പറഞ്ഞുകൂടെ? ഇപ്പോൾ പറഞ്ഞല്ലോ ChatGPT ആയി എന്നുള്ളത്. ഇപ്പം നമ്മളിതിൽ ഒരു നോർമൽ ക്യൂസ് പോലെയല്ല, പറഞ്ഞല്ലോ പസിലാണ് ഡിറക്റ്റ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഇവരുടെ ഒരു ക്രിയേറ്റിവിറ്റി ഉപയോഗിക്കുന്നതിന് പുറമെ നമ്മൾക്ക് ഒരു ഡിവൈസും കൂടെ കൊടുക്കുന്നുണ്ട്. ഒരു ടീമിന് ഒരു മൊബൈൽ ഫോൺ അലോക്കേറ്റഡ് ആണ്. ഇവർക്ക് ChatGPT യൂസ് ചെയ്യണമെങ്കിൽ അത് യൂസ് ചെയ്യാം, AI യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം, ഗൂഗിൾ സെർച്ച് യൂസ് ചെയ്യാം, അങ്ങനെ ഏത് ടെക്നോളജി വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം ഇതൊക്കെ യൂസ് ചെയ്തിട്ട് കണ്ടെത്താൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നോർമലി ഒരു ട്രഡീഷണൽ വേയിൽ തിങ്ക് ചെയ്ത ആൻസർ കിട്ടുന്നതിന് പകരം നമ്മൾ ഔട്ട് ഓഫ് ദി ബോക്സ് തിങ്ക് ചെയ്യണമെന്നൊക്കെ പറയില്ലേ, അങ്ങനെ ചിന്തിച്ച ആൻസറിലേക്ക് വരണം. അങ്ങനത്തെ, അതായത് കുട്ടികളുടെ IQ ലെവൽ ഇതിൽ വളരെ പ്രധാനമാണ്. അത് AI യൂസ് ചെയ്യാം. AI യൂസ് ചെയ്തിട്ട് എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത് അവർ കണ്ടെത്തണം. അപ്പം നമ്മുടെ ചിന്തകൾ എത്രത്തോളം വിശാലമാണ്, അതിനനുസരിച്ചിട്ടായിരിക്കും ഉത്തരം കിട്ടുക. അതെ, ഒരു കുടിസായ ചിന്തയിൽ അല്ലെങ്കിൽ ഒരു ഡയറക്റ്റീവ് ഒരു സ്ട്രെയിറ്റ് വേയിലുള്ള തോട്ട് പ്രോസസ്സ് മാറ്റി ഔട്ട് ഓഫ് ദി ബോക്സ് ആയിട്ട്, അല്ലെങ്കിൽ പുറത്ത് നമ്മൾ എന്താണോ കൊടുക്കുന്നത്, നമ്മളൊരു ലെവലിൽ ഒരു ക്ലൂ കൊടുത്തത് ഒരു വലിയൊരു പാരഗ്രാഫാണ്, ഒരു റാൻഡം പാരഗ്രാഫ്. അതിൽ കുറേ ഒരു ക്രിപ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വലിയൊരു പോയറ്റിക് ആയിട്ടുള്ള ഒരു എസ്സേ ആയിരുന്നു. അപ്പം കുറേ ടീമുകൾ അത് വായിച്ചിട്ട് അതിൽ നിന്ന് കുറേ എന്താ പറയുക, അതിൽ നിന്ന് കുറേ സോൾവ് ചെയ്യാൻ നോക്കി. പക്ഷേ ആ വേർഡ്സായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ പാരഗ്രാഫിൻ്റെ മീനിങ് ആയിട്ടും ഒരു ബന്ധമില്ലാത്തൊരു ആൻസർ ആയിരുന്നു അത്. അപ്പോൾ ഓരോ ലെവലിലും വ്യത്യസ്ത ഉത്തരങ്ങളായിരിക്കും. എല്ലാ ലെവലിലും വ്യത്യസ്ത ഉത്തരങ്ങളായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ നമ്പർ ആയിരിക്കാം, ചിലപ്പോൾ വേർഡ് ആയിരിക്കാം, അങ്ങനെ എന്തും ആവാം. 5 ലെവലിലേക്ക് കുട്ടികൾ എത്തും തോന്നുന്നുണ്ടോ? ഇപ്പം കറൻറ്റ്ലി 3ാമത്തെ ലെവൽ വരെ എത്തിയ ആളുകളുണ്ട്. അരമണിക്കൂറും കൂടെ ബാക്കിയുണ്ട്. എത്താൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ കഴിവുള്ള കുട്ടികളാണ് എല്ലാവരും. പുതിയ തലമുറയാണല്ലോ, നല്ല ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. ജില്ലാ ലെവലിൽ നല്ല പ്രകടനം കാഴ്ചവെച്ച് വന്ന ആളുകളാണ്. എത്തും ഇൻഷാ. ഇപ്പോൾ ഈ കോഡ് എന്ന് പറയുമ്പോൾ അത് ചിത്രങ്ങളാകാം, വേർഡുകളാകാം, അല്ലെങ്കിൽ കുറേ അക്ഷരങ്ങളാവാം അല്ലേ? നമ്മൾ കൊടുക്കുന്ന ക്ലൂകൾ പലതും ആവാം. ഇപ്പം നമ്മൾ ഒരു ക്ലൂ കൊടുത്തത് ഒരു കോഡായിരുന്നു, ഒരു യൂട്യൂബ് വീഡിയോൻ്റെ ലിങ്കായിട്ട് അത് മനസ്സിലാക്കിയിട്ട് ആ യൂട്യൂബ് വീഡിയോ പോയിട്ട് അവിടെ ഉള്ളതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതിൻ്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യേണ്ടത്. അതായത് ആ പേപ്പറിൽ നിന്ന് പുറത്തേക്ക് പോയി വീഡിയോയിലെത്തി പിന്നെ അവിടത്തേക്ക് ചെയ്യണം. പിന്നെ ഒരു ഫൈനൽ ലെവലിലേക്ക് വരുന്ന ഒരു ക്ലൂ, അതിലൊരു നമ്മൾ ഇതേപോലെ കുറച്ച് ഇമേജസും കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ചെയ്യേണ്ടത് അത് വെച്ചിട്ടൊരു ആപ്ലിക്കേഷനിലേക്ക് എത്തണം. അവിടേക്ക് എത്തിയില്ല. അങ്ങനെ ആ ഒരു സംഭവം, ഒരു ആക്ടിവിറ്റി ചെയ്ത് കണ്ടെത്തേണ്ട ഒരു ആൻസർ. ഒരേ സമയം പിന്നെ IQ ലെവലും സാങ്കേതിക മികവും എല്ലാം കൂടി കലർന്ന ഒരു മത്സരമാണല്ലേ? അതെ, എല്ലാം യൂസ് ചെയ്യണം. ഇപ്പം
നമ്മൾ സ്വാഭാവികമായിട്ടും പഠിക്കുന്ന ആളുകൾക്ക് ഒരു പെർട്ടിക്കുലർ ഫീൽഡിൽ പഠിക്കുന്ന ആൾക്കാരായിരിക്കും എല്ലാവരും. അപ്പം ആ ഒരു ഫീൽഡ് മാത്രം നോക്കിയാൽ മതിയാവില്ല, എല്ലാം പുറത്തേക്ക്. ഇപ്പോൾ ഒരു ടെക്നിക്കലി പഠിക്കുന്ന ഒരാളുകൾ ചിലപ്പം ടെക്നിക്കലി മാത്രം ചിന്തിച്ചാൽ മതിയാവില്ല, അതിൻ്റെ പുറത്തുള്ളതും ചിന്തിക്കേണ്ടി വരും. ഇപ്പം ആർട്സ് പഠിക്കുന്ന ആൾ ആ ഒരു ലെവലിൽ മാത്രം ചിന്തിച്ചാൽ അവരെ ടെക്നിക്കലായിട്ട് ചിന്തിക്കേണ്ടി വരും. നമ്മൾ വരുന്ന എല്ലാ ആർട്സ് കോളേജ് മാത്രമല്ല, എഞ്ചിനീയറിംഗ് കോളേജ് എല്ലാ ടീമിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു എല്ലാ ആളുകളെയും പരിഗണിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പാട്ടും കഥയും അതുപോലെ തന്നെ കഥാരചനയും കവിതാരചനയും മാത്രമുള്ള ഒരു വേദിയല്ല ഇന്ന് സാഹിത്യോത്സവ്. അവിടെ IQ ലെവൽ പ്രധാനമാണ്, നിങ്ങളുടെ സാങ്കേതിക മികവ് എത്രത്തോളം ഉണ്ട് എന്നത് പ്രധാനമാണ്. അങ്ങനെ കാലത്തിനനുസരിച്ച് പരിഷ്കൃതമായ നിരവധി മത്സരങ്ങൾ ഉണ്ട്. അപ്പോൾ ക്യാപ്ചർ ദി ഫ്ലാഗ് മത്സരവേദിയിൽ നിന്നാണ് ഞങ്ങൾ നിങ്ങളോടൊപ്പം ചേർന്നത്. ഈ മത്സരം ഇവിടെ തകൃതിയായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മത്സരത്തിൽ വിദ്യാർത്ഥികൾ എത്ര വരെ പോകും അത് നമുക്ക് കാണാം. ഈ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്തുകയും ചെയ്യാം. ക്യാമറമാൻ മുഹമ്മദ് ഷബീബിനൊപ്പം സയ്യിദ് അലി ശിഹാബ്, സിറാജ് ലൈവ്. waytonikah.com, the exclusive Muslim matrimonial site.